അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു അടിപൊളി ബ്ലീച്ച് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ബ്രൈറ്റനിങ് പാക്കും കൂടിയാണ്. നമുക്ക് പ്രോഗ്രാംസിനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോയും ബ്രൈറ്റനിങ് ഒക്കെ ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ മതി. പക്ഷെ പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോകുന്നതിന് തലേദിവസം തേക്കരുത്. നമ്മൾ നേരത്തെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ ഇത് ഉപയോഗിക്കാൻ. വളരെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കണ നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് കേട്ടോ ഇത്. രണ്ട് സാധനം മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് പാലാണ്. ഇതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ കുറച്ച് നീര് നമുക്ക് കൊടുത്തു വെക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒന്നും വയ്ക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇപ്പം തന്നെ ഇത് ഏകദേശം ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 മിനിറ്റ് വെച്ചതിന് ശേഷം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു കോട്ടനോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടാണെങ്കിലും മതി കേട്ടോ. നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എനിക്കിത് കുറച്ചുകൂടെ കോട്ടൺ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നു. കാരണം ഇത് കൈ വെച്ചായതുകൊണ്ട് കയ്യിൽ അങ്ങനെ എടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണേ. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരത്തേന് ഇങ്ങനെ തന്നെ വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയാം. കോട്ടൺ ഉപയോഗിച്ച് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത്. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട്. എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ബൈ.